Hi friends, welcome to Tingles. ഇന്ന് നമുക്കൊരു കൂട്ടുകറി തയ്യാറാക്കാം. വട കൂട്ടുകറി. ഇത് ട്രിവാൻഡ്രം സൈഡിലൊക്കെ സദ്യയുടെ കൂടെ വിളമ്പുന്ന ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ ഉഴുന്നുവട ഇട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് വട ആ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഉണ്ടാക്കിയാലോ. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. വട തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഇത് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് 2 മണിക്കൂർ കുതിരാനായിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ നന്നായി കുതിർന്ന ഉഴുന്നാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തിട്ടുള്ളത്. ലൂസാകാൻ പാടില്ല. അങ്ങനെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവാളയും പച്ചമുളകും ഒക്കെ ചേർക്കാറുണ്ടല്ലോ. പക്ഷേ ഈ വടക്കൂട്ടുകറിക്ക് തയ്യാറാക്കുന്ന ഈ ചെറിയ ഉഴുന്നുവടയ്ക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിച്ചതും മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് എടുത്തിട്ടാലും മതിയാവും. നമ്മളത് അരച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കിട്ടുക. ഒരു സൈഡ് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഷേപ്പ് ചെയ്തിടണമെന്നൊന്നുമില്ല. ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ 2 സൈഡും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവ് കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് ഉഴുന്ന് വെച്ച് നമ്മൾ ഈ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാവും. അത് അത്രയും ഞാനിതിലേക്ക് കറിയിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. ഒരു 7-8 എണ്ണമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 തൊണ്ടൻ മുളകാണ് എടുത്തിട്ടുള്ളത്. ഈ മുളക് കിട്ടിയില്ലെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതിയാകും. 3-4 പച്ചമുളക് എടുത്താൽ മതി. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും തൊണ്ടൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തൊണ്ടൻ മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങയിൽ നിന്നും പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യം 2ാം പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2ാം പാലിൽ കിടന്നാണ് ഉരുളക്കിഴങ്ങ് വെന്ത് വരേണ്ടത്. 2ാം പാല് 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു ഈസി സ്റ്റെപ്പാണ്. പക്ഷേ
ഉരുളക്കിഴങ്ങ് ഈ മസാലയിലും തേങ്ങാപ്പാലിലും കിടന്ന് വെന്ത് വരുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉഴുന്നുവട ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുവട ഇതിൽ കിടന്ന് ഈ കറിയൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്തെടുത്ത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ വട കൂട്ടുകറി നമ്മൾ വിളമ്പുമ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഒഴുകി പോകാതെ അവിടെ തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഈ ഉഴുന്നുവട അങ്ങ് വലിച്ചെടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഫോമിൽ വരും. അപ്പോൾ കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് ഇതുപോലെ പീസാക്കിയത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വട കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് താളിച്ചതിൻ്റെ മണം നമ്മുടെ കറിയിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ വട കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.